അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെതിരെ ഇപ്പോഴും കടുത്ത രീതിയിലാണ് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദാസേട്ടൻ കോഴിക്കോട് എന്ന ആൾക്കൊപ്പം ഒരു റൊമാൻറ്റിക് വീഡിയോ ചെയ്തപ്പോഴും രേണുവിനെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളല്ല രേണു ചെയ്യുന്നതെന്നാണ് ആളുകൾ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം എന്നത്. മക്കളെ നോക്കാനായി എന്തിനാണ് അഭിനയിക്കുന്നത്, കൂലിപ്പണിക്ക് പോയിക്കൂടെ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ രേണു കൊല്ലം സുധിയുടെ മക്കളെ അവരുടെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്നടക്കം ചിലർ പറയുന്നുണ്ട്. ഇപ്പോഴിതാ ഇതിനെല്ലാം മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് രേണു സുധി. ഒരു അഭിമുഖത്തിലായിരുന്നു രേണു ഇതുമായി ബന്ധപ്പെട്ട് തന്റെ പ്രതികരണം നടത്തിയത്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൊല്ലം സുധി എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ 2 മക്കളും എന്നത് എൻ്റെയും മക്കളാണ്. അതിൽ കിച്ചുവാണ് എന്നെ അമ്മയെന്ന് ആദ്യം വിളിക്കുന്നത്. അവൻ കഴിഞ്ഞിട്ട് എനിക്ക് ഋതു പോലും ശരിക്കുമുള്ളൂ. ഇതൊന്നും നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഒരു 100 അഭിമുഖത്തിൽ ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ പേരിലല്ല വീട്, സുധിച്ചേട്ടൻ്റെ മക്കളുടെ പേരിലാണ് വീടുള്ളത്. പിന്നെ എങ്ങനെയാണ് എനിക്ക് ആ വീട്ടിൽ നിന്നും അവരെ അടിച്ചിറക്കുവാൻ കഴിയുന്നത്? കുറേ നാളായി ഞാനിത് കേൾക്കുകയാണ്. ഭർത്താവില്ലാത്തത് കൊണ്ടാണ് പലരും എന്നെ പച്ചയ്ക്ക് തെറി ഇങ്ങനെ വിളിക്കുന്നത്. ഇങ്ങനെ തെറി വിളിക്കുന്നവരെ എന്തായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ ഇവന്മാരൊക്കെ പഠിക്കൂ എന്നാണ് രേണു പറയുന്നത്. മക്കളെ പോറ്റാൻ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കുന്ന പെണ്ണ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം മറ്റു പാട്ടുകളൊന്നും ചെയ്തുകൂടായിരുന്നോ എന്ന ചോദ്യത്തിന് ഞാൻ ഏത് പാട്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ എന്നായിരുന്നു രേണു നൽകിയ മറുപടി. റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണെന്ന് ആരാണ് ശരിക്കും പറഞ്ഞത്? ഞാനൊരു നാടക നടി കൂടിയാണ്. അത് ശരിക്കും എൻ്റെ ജോലിയാണ്. എൻ്റെ മക്കളെ പോറ്റാൻ തന്നെയാണ് ഞാൻ ആ ജോലി ഇപ്പോൾ ചെയ്യുന്നത്. റീൽ ചെയ്യുന്നതൊക്കെ ശരിക്കും എൻ്റെ ഇഷ്ടമാണ്. മാത്രമല്ല വൈറൽ പിടിക്കുന്നതൊക്കെ ശരിക്കും അഭിനയമാണ്. ക്യാമറയുടെ മുന്നിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ പാത്തും പതുങ്ങിയുമല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇൻറ്റിമേറ്റ് സീൻ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ മാത്രം ഇഷ്ടമാണ്. ഞാനൊരു നടി കൂടിയാണ്. ഇൻറ്റിമേറ്റ് സീൻ വേണമെങ്കിൽ ഞാൻ അഭിനയിക്കും. എൻ്റെ കംഫർട്ടിൽ നിന്നുകൊണ്ട് മാത്രമാണെന്നും രേണു പറയുകയുണ്ടായി. രേണു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്നും ഇനിയും അധിക്ഷേപം തുടരുകയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും അഭിമുഖത്തിൽ ദാസേട്ടൻ കോഴിക്കോടും പറയുകയുണ്ടായി. രേണുവിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ആ കമന്റ് ഇട്ടവന്മാരൊക്കെ ഇപ്പോൾ ലോക്കപ്പിലായനെ. ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ നേരിടുന്നതിന്റെ അങ്ങേയറ്റമാണിത്. ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ കൂടിയാണിവർ. അങ്ങനെ ഒരു ആശ്രയമില്ലാത്ത ആളെ ഇങ്ങനെ തെറി വിളിക്കുകയാണോ ശരിക്കും വേണ്ടത്? രേണു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. മാത്രമല്ല രേണു നെഗറ്റീവ് കമന്റുകളോട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ കമന്റുകളും വരുന്നത്. അങ്ങനെ വീഡിയോകൾക്കായി ആളുകൾ കാത്തിരിക്കുകയാണ്. അതിനാൽ തിരക്ക് കഴിഞ്ഞ് അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ. പിന്നെ ബോഡി ഷെയ്മിംഗ് അത് സ്ത്രീക്കെതിരെ ആയാലും പുരുഷനെതിരെ ആയാലും അത് വലിയ പ്രശ്നം തന്നെയാണ്. പരസ്പരം മനസ്സിലാക്കുന്നിടത്താണ് സ്നേഹവും ബഹുമാനവും ഒക്കെ ശരിക്കും ഉണ്ടാകുന്നത്. റൊമാൻസ് വീഡിയോ ഇനിയും ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത്? രേണു എൻ്റെ കൂടെ മാത്രമല്ല മറ്റൊരാളുടെ കൂടെ വേണമെങ്കിലും ചെയ്യും. ഞങ്ങൾ 2 പേരും തന്നെ ചെയ്യണമെന്നില്ല എന്നാണ് ദാസേട്ടൻ കോഴിക്കോട് പ്രതികരിക്കുന്നത്.